നമ്മളെക്കാളും അതബുണ്ടാകണം. നാം വരുമ്പോൾ എഴുന്നേൽക്കുന്ന, നാം നമ്മുടെ വാപ്പ വരുമ്പോൾ ബഹുമാനിക്കുന്ന, നമ്മുടെ ഉപ്പ വരുമ്പോൾ അവരെ ബഹുമാനിക്കുന്ന നല്ല ഭാര്യയായിരിക്കണം, അതബുള്ള പെണ്ണായിരിക്കണം. പള്ളിയിൽ നിന്ന് വാങ്ങു വിളിക്കുന്ന സമയത്ത് സർവ്വ സംസാരങ്ങളും നിർത്തി ആ വാങ്ങിന് മറുപടി കൊടുക്കുന്ന സ്വഭാവമുള്ള പെണ്ണായിരിക്കണം. തന്റെ മക്കൾ, തന്റെ ജനിച്ച മക്കൾക്ക് വേണ്ടി തൊട്ടിലിട്ട് ആട്ടുമ്പോൾ ഡിസ്കോ പാട്ടുകൾ പാടാത്ത, സിനിമാ പാട്ടുകൾ പാടാത്ത, സീരിയലിൽ ഏതെങ്കിലും നടിമാര് പാടിയ പാട്ടുകൾ പാടാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ തൊട്ടിലിൽ പിടിച്ചുകൊണ്ട് നല്ല നല്ല പാട്ടുകൾ പാടുന്ന ആ കുഞ്ഞുമോൻ ആദ്യമായി കേൾക്കുന്നത് അല്ലാഹുവിനെ കുറിച്ചായിരിക്കണം. ആ കുഞ്ഞുമോൻ ആദ്യമായി പരിചയപ്പെടുന്നത് മദീനയുടെ ജേതാവ്, മക്കയുടെ നേതാവ്, മാലോകരുടെ ഹൃദയത്തിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പേരാണ് ആദ്യം കേൾക്കേണ്ടത്. ആ പേരാദ്യം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവളാ. അതുകൊണ്ട് എനിക്കല്പം ദീൻ കുറഞ്ഞാലും നല്ല അതവുള്ള ദീനുള്ള വീട്ടിലെ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് എന്റെ ചെറുപ്പക്കാരാ നീ ആലോചിച്ചുറപ്പിച്ചോ. അവളുടെ സൗന്ദര്യം അല്പം കുറഞ്ഞോട്ടെ, അവളുടെ വിദ്യാഭ്യാസം അല്പം കുറഞ്ഞോട്ടെ, അതൊന്നും നിനക്ക് ഉപകരിക്കൂല. സൗന്ദര്യം 2 ദിവസം കഴിയുമ്പോ നിനക്ക് മനസ്സിലാകും. അതേ വിദ്യാഭ്യാസത്തിന്റെ പവറും നിനക്ക് മനസ്സിലാകും. അതേ ദീനിന്റെ പവർ നിന്റെ മരണത്തിന്റെ സമയത്ത് നീ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നിന്റെ മക്കളെ ആത്മീയമായി വളർത്തിയ ഒരു പെണ്ണാണെങ്കിൽ, നിന്റെ മക്കളെ മദ്രസയിൽ പറഞ്ഞു വിട്ടൊരു പെണ്ണാണെങ്കിൽ, ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചൊരു പെണ്ണാണെങ്കിൽ, അതേ സ്കൂളിലെ ഹോംവർക്ക് ചെയ്യുന്നതിനേക്കാളും മദ്രസയിലെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിക്കുന്ന സന്ധ്യാനേരങ്ങളിൽ സലാത്ത് ചൊല്ലാതെ നിനക്ക് അത്താഴമില്ല എന്ന് പറയുന്ന നിന്റെ പെണ്ണാണെങ്കിൽ, നീ മരിച്ച് ഖബറിൽ കിടക്കുമ്പോൾ നിന്റെ മക്കൾ നിനക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഭാര്യയാണത് പഠിപ്പിച്ചതെങ്കിൽ നിനക്കതല്ലേ ഉപകാരപ്പെടുന്നത് ചെറുപ്പക്കാരാ. അതുകൊണ്ട് ദീനുള്ള പെണ്ണാവുക. നമ്മളെക്കാളും സൂക്ഷ്മതയുള്ള പെണ്ണായിരിക്കണം, നമ്മളെക്കാളും സൂക്ഷ്മതയുള്ള പെണ്ണായിരിക്കണം. നമ്മൾക്കല്പ സ്വല്പം സൂക്ഷ്മത കുറവാണെങ്കിലും സൂക്ഷിക്കാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പെണ്ണായിരിക്കണം നിന്റെ പെണ്ണ്. അങ്ങനെ ദീനീ ബോധമുള്ള, ചിട്ടയുള്ള, അതവുള്ള, സൂക്ഷ്മതയുള്ള പെണ്ണ് മാത്രമല്ല നിന്നെക്കാളും അല്പം സൗന്ദര്യമുള്ള പെണ്ണായിരിക്കണം. തീരെ സൗന്ദര്യം കുറഞ്ഞതിനെ, തീരെ സൗന്ദര്യം നീ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരോട് പറയുമ്പോ എന്റെ പെണ്ണിന് നല്ല സൗന്ദര്യമുണ്ട് എന്ന് ആരെങ്കിലും പറയുമ്പോ നീ വിഷമിക്കാൻ സാഹചര്യമുണ്ടാകാതെ നിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ സൗന്ദര്യമുള്ള പെണ്ണായിരിക്കണം. കൂട്ടത്തിലൊന്ന് പറയട്ടെ, 10 പേര് ഒരു പെണ്ണിനെ വന്ന് കണ്ടു, 11ാമന് ഇഷ്ടപ്പെട്ടു. 10 പേരും പറഞ്ഞ കാര്യം സൗന്ദര്യം പോലെ. 11ാമൻ പറഞ്ഞു നല്ല സൗന്ദര്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ തയ്യാർ. എന്താ അപ്പൊ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ മോനെ? സൗന്ദര്യം ആപേക്ഷികമാണ്. എന്റെ കണ്ണിൽ ഒരു പൂവിന് സൗന്ദര്യമുണ്ടെങ്കിൽ നിന്റെ കണ്ണിൽ അത് സൗന്ദര്യമുണ്ടെന്ന് തോന്നുകയില്ല. അപ്പൊ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ സൗന്ദര്യമുള്ള പെണ്ണായിരിക്കണം. ആ ഉള്ളതാണോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയാണ്, അറിയാൻ വേണ്ടിയാണ്. ഹറാമാകുന്ന സമയത്ത് പോലും പെണ്ണ് കാണൽ അല്ലാഹു സുന്നത്താക്കി വെച്ചത്. നിനക്ക് കാണാൻ പാടില്ലാത്ത പെണ്ണായിരുന്നു, പക്ഷെ പെണ്ണ് കാണുന്നതിന് അന്ന് നിനക്കൊന്ന് കാണാം. എന്തിനാ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ ജീവിതത്തിലെ ഉന്നതമായ ആ ജീവിതത്തിന്റെ ചക്രമായി മാറേണ്ട, ഒരു വാഹനത്തിന്റെ 2 ചക്രങ്ങളിൽ ഒരു ചക്രമായി മാറേണ്ട എന്റെ പെണ്ണിന്റെ സൗന്ദര്യം അത് കല്യാണത്തിന് മുമ്പ് വ്യക്തമായി മനസ്സിലാക്കും. പണ്ട് കാലങ്ങളിൽ ഉപ്പമാര് ഉമ്മമാര് പറഞ്ഞേ എന്റെ മോളെ കൊണ്ട് നിന്റെ മോനെ ഞാൻ കെട്ടിച്ചേക്കാം, അവൻ ഗൾഫിൽ നീ പെട്ടെന്ന് വാ കല്യാണമൊക്കെ ഉറപ്പിച്ച്. ഇവൻ കണ്ടു കാണത്തില്ല, ഇവന്റെ മനസ്സിൽ പിടിക്കത്തില്ല. പക്ഷേ ഈ ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ വാപ്പമാര് കാരണവന്മാരങ്ങ് ഉറപ്പിച്ചിട്ട് ഇവൻ വരുമ്പോ വന്നതിന്റെ പിറ്റേന്ന് കല്യാണം കഴിച്ച് റൂമിലേക്ക് വരുമ്പോൾ ആദ്യ രാത്രി ഒരുപാട് സ്വപ്നങ്ങളുമായി വരുന്ന ആദ്യ രാത്രിയിലാണ് അവന്റെ ഭാര്യയെ കാണുന്നതെങ്കിൽ അവന് പിടിക്കാത്തൊരു സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ പിടിക്കാത്തൊരു സൗന്ദര്യമാണെങ്കിൽ അതിന്റെ പേരിൽ ഇന്നും നീറുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എന്താ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുക, വാപ്പ പറഞ്ഞ ഡേ നീ ലീവ് എടുത്തിഞ്ഞു പോരെ, നിന്റെ കല്യാണം നാളെ. അതെന്താ വാപ്പ? അത് ഞങ്ങൾ പറഞ്ഞങ്ങ് ഉറപ്പിച്ചു.
അങ്ങനെ അയാൾ വരികയാണ്, കല്യാണത്തിന്റെ മണ്ഡപത്തിലേക്ക് വരുന്നു. നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴാണ് അവന്റെ സ്വപ്നത്തിലെങ്ങും ഇല്ലാത്തൊരു പെണ്ണാണ്. പക്ഷേ നിക്കാഹ് കഴിഞ്ഞു പോയി. അന്ന് തലാഖില്ല. പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ആ തലാഖില്ലാളുണ്ട പ്രശ്നങ്ങൾ ഓർത്തിട്ട് അതാ ഇപ്പോഴും സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ നമുക്കറിയാം. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരാ, നീ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ്, ആലോചിക്കുന്നതിന് മുമ്പ്, ഉറപ്പിക്കുന്നതിന് മുമ്പ് അവളെ ഒരു നിമിഷം നീ ഒന്ന് കാണേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ് നിന്റെ സ്നേഹത്തിന്റെ ഭാര്യയോടുള്ള സ്വഭാവം? ഇവിടെ എനിക്കൊരു ലെറ്റർ കിട്ടി, ഭാര്യ ഭർത്താ ബന്ധം ഗൗരവമായി പറഞ്ഞാലും ഇപ്പൊ ഒരു കുറിപ്പിട്ടതാണ്. അത് വരുന്നതേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടല്ലേ പിന്നെ ബന്ധം വരുന്നത്. അപ്പൊ കല്യാണം കഴിപ്പിക്കുന്ന അങ്ങനെ രണ്ടുപേരെ കണ്ട് നിക്കാഹിന്റെ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങോട്ടാണ് ബന്ധത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ ആദ്യമേ കയറി ബന്ധം പറഞ്ഞാൽ എങ്ങനെയാ? അപ്പോ ഇനി ഇൻഷാ അല്ലാഹ് അത് പറയാൻ പോകും. എങ്ങനെയാണ് ഒരു നല്ല ഭാര്യയാകേണ്ടത്, എങ്ങനെയാണ് ഒരുത്തന്റെ ഭാര്യ ഇനി മാറിയാൽ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മുസ്ലിം ഇമാം അവിടുത്തെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്നു, ഹദീസ് ഗ്രന്ഥത്തിലുള്ളതാണ്, അദ്ദുനിയാ കുല്ലുഹാ മത്താഅ്, ഈ ദുനിയാവെല്ലാം ആഡംബരമാണ്. വഖൈറു മത്താഇദ് ദുനിയാ അൽ മർഅത്തു സ്വാലിഹാ, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ ഏറ്റവും നല്ല ആഡംബരം ഏതാണെന്നറിയുമോ? ഏറ്റവും നല്ല ആഡംബരം നിന്റെ പ്രിയപ്പെട്ട പെണ്ണാണ്, സാലിഹായ പെണ്ണാണ്. അങ്ങനെ സാലിഹായ ഒരു പെണ്ണാണ് ഈ ദുനിയാവിന്റെ സുഖാഡംബരങ്ങളിൽ ഏറ്റവും വലിയ സുഖാഡംബരമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ ഹബീബ് തന്നെ സുന്ദരമായ ഭാര്യ ഭർത്താ ജീവിതത്തിന്റെ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. എങ്ങനെയാണ് ഒരു പെണ്ണ് ആയിരിക്കേണ്ടത്? ഇദാ നളറ ഇലൈഹാ, ഭർത്താവ് ജോലി കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് വരുമ്പോൾ, കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യ എഴുന്നേറ്റ് ഉറക്കച്ചവടോടെ പോയി വാതിൽ തുറന്നിട്ട് ചോറതാ ഡൈനിങ് ടേബിളിൽ വിളമ്പി വെച്ചിട്ടുണ്ട്, പോയെടുത്ത് കഴിച്ചോ, ഞാൻ ഇച്ചിരി ഉറങ്ങട്ടെ എന്ന് പറയുന്ന പെണ്ണല്ല. വലിയ കാര്യത്തെ കടയിലെ 10 ഷട്ടറൊക്കെ ഇട്ടിട്ട് പൂട്ടിട്ട് ഒരുപാട് പൈസ നാളെ ബസ്സുകാർ വരുമ്പം, ട്രാവൽസുകാർ വരുമ്പോൾ, സാധനം കൊണ്ടുവരുന്ന ആൾക്കാർ വരുമ്പോൾ കൊടുക്കണം എന്നുള്ള ടെൻഷനില് അങ്ങനെ ഒരുപാട് കുടുംബത്തിന്റെ പ്രയാസമായിട്ട് വരുമ്പോൾ ഈ പെണ്ണ് 8 മണിക്ക് കിടന്ന് ഉറങ്ങുന്നവളാണ്, നീ വരുന്നത് 8:30-ക്കാണ്. അങ്ങനെ വന്ന് നീ വിളിക്കുമ്പോൾ നിന്റെ മക്കൾ സിറ്റ് ഔട്ടിൽ പഠിക്കുന്നത് നീ കാണുന്നില്ല, നിന്റെ ഭാര്യ അവിടെ നിന്നെ കാത്തിരിക്കുന്നത് നീ കാണുന്നില്ല. മറിച്ച് കടന്നു ഉറങ്ങി അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നീ വന്നത്. അങ്ങനെ നീ വന്ന് വിളിച്ചപ്പോൾ ഉറക്കച്ചവടോടെ വന്നിട്ട് വാതില് തുറന്നു. എന്നിട്ട് പറയാണ്, അടുക്കളയിൽ ഭക്ഷണമുണ്ട്, ഇട്ട് കഴിച്ചിട്ട് കിടന്നോ, എനിക്ക് നല്ല ക്ഷീണമുണ്ടിട്ട് പറയുന്ന പെണ്ണല്ല. നിന്റെ ഹൃദയാന്തരങ്ങളിൽ മല പോലെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെല്ലാം മഞ്ഞുപോലെ ഉരുക്കിക്കളയുന്ന സന്തോഷമുള്ള ഭാര്യ. ഇന്ന് കല്യാണത്തിന് പോകുന്ന പെണ്ണുങ്ങള്, ഇന്ന് വിശേഷണങ്ങൾക്ക് പോകുന്ന പെണ്ണുങ്ങള്, വിശേഷങ്ങൾക്ക് പോകുന്ന ഉമ്മമാരെ, നിങ്ങൾ അവിടെ പോകുമ്പോഴാണ് സ്വർണം ധരിക്കുന്നത്, നിങ്ങൾ അവിടെ പോകുമ്പോഴാണ് കണ്ണെഴുതുന്നത്, നിങ്ങൾ അവിടെ പോകുമ്പോഴാണ് നിങ്ങളുടെ ശരീരത്തിൽ നല്ല നല്ല വസ്ത്രങ്ങൾ വാരിയിടുന്നത്. പോരാ, കണ്ണെഴുതാത്ത പെണ്ണിനെ റസൂലുള്ള ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭർത്താവിന്റെ മുമ്പിലാണ് നീ കണ്ണെഴുതേണ്ടത്, ഒരു ഭർത്താവിന്റെ മുമ്പിലാണ് നീ സ്വർണം ധരിക്കേണ്ടത്, ഒരു ഭർത്താവിന്റെ മുന്നിലാണ് നിന്റെ സർവ്വ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങളും നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യങ്ങളും തുറന്നു കാണിക്കേണ്ടത്, അവനെ ആകർഷിപ്പിക്കേണ്ടത്. അന്യപുരുഷന്മാരെയല്ല, അന്യ ആളുകളെയല്ല. കല്യാണത്തിന് പോകുമ്പോ ആര് കാണാനാ പൊന്നുമോളെ? മാർക്ക കല്യാണത്തിന് പോകുമ്പോ ആര് കാണാനാ? അങ്ങനെ ഓരോരോ ഫംഗ്ഷനുകളിൽ പോകുമ്പോൾ, വൈകുന്നേരം നീ മാർക്കറ്റിൽ പോകുമ്പോൾ, അതേ ഷോപ്പിൽ പോകുമ്പോൾ, നീ അണിഞ്ഞൊരുങ്ങി നല്ല സന്തോഷത്തോടെ പോകുന്ന നീ നിന്റെ ഭർത്താവിന്റെ റൂമിലേക്ക് വരുമ്പോൾ അതാ പഴകിയ ഒരു വസ്ത്രവും എടുത്തുകൊണ്ട് ഒരു ലക്ഷ്യവുമില്ലാതെ നീ വരുന്നുവെങ്കിൽ അവനിൽ നിന്നിൽ അവനൊരു സന്തോഷവും ഇല്ല എങ്കിൽ നീ നല്ല പെണ്ണല്ല. 65
വയസ്സുള്ള ഒരാളുടെ ജാമ്യാപേക്ഷ ഇന്ന് തള്ളിക്കളഞ്ഞു എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു. ആ വായിച്ച വാർത്ത വായിച്ച് പിന്നിലേക്ക് വരുമ്പോഴാണ് അതേ സ്വന്തം മകളുടെ പ്രായമുള്ള മന്ദബുദ്ധിയായ ഒരു പെണ്ണ്, കവലകളിൽ ഇങ്ങനെ നടക്കുന്ന ഒരു പെണ്ണാണ്. മീൻ കച്ചവടക്കാരനും അതുപോലെ തന്നെ വേറെ 1-2 ആളുകളും എല്ലാ ജോലികളും അതിൻ്റെതായ പവിത്രതയുണ്ട്. അയാൾക്ക് 65 വയസ്സാണ്. ഈ പെണ്ണിന് മിഠായി കൊടുക്കാനെന്ന് പറഞ്ഞ് പൈസ കൊടുത്തിട്ട് മിഠായി വാങ്ങിക്കൊടുത്തിട്ട് മാനഭംഗപ്പെടുത്തിയതിന്റെ കേസിന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിക്കളഞ്ഞതെങ്കിൽ 65 വയസ്സുള്ള ആ കിളവനായ മനുഷ്യൻ ആ ഭ്രാന്തി പെണ്ണിന്റെ പുറകെ പോകാനുള്ള കാരണമെന്ന് വീട്ടിലുള്ള പെണ്ണേ, നീ അവന്റെ മുമ്പിലാണ് സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത്. നിന്റെ സൗന്ദര്യം അവനെയാണ് ആകർഷിക്കേണ്ടത്. നീ അവന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഉണങ്ങിയിട്ട് ക്ഷീണിച്ചിട്ട് അടുക്കളയിൽ നിന്ന് കരിയൊക്കെ പറ്റിച്ചിട്ട് കുളിച്ചിട്ട് നാറുന്ന സ്വഭാവ വിയർപ്പ് നാറുന്ന രൂപത്തിൽ നീ അവന്റെ റൂമിലേക്ക് ചെന്നാൽ അവൻ നിന്റെ അടുത്ത് വരൂല. മറിച്ച് നിനക്ക് സർവ്വ വിഷമങ്ങളും മാറ്റി ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ സൗർവമായ ആഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് കണ്ണെഴുതിയിട്ട് നല്ല സന്തോഷത്തിൽ അത്ര പുരട്ടിയിട്ടാണ്, നല്ല സുഗന്ധങ്ങൾ പുരട്ടിയിട്ടാണ് നീ നിന്റെ ഭർത്താവിന്റെ സമീപത്ത് പോകേണ്ടത്. അങ്ങനെ പോകാത്തതിന്റെ പേരിൽ, അവനെ സന്തോഷിപ്പിക്കാത്തതിന്റെ പേരിൽ വയസ്സായ ആളുകളിലും അല്ലാത്ത ആളുകളിലും അതാ അവന്റെ ശരീരത്തിന്റെ വിചാരങ്ങൾ ശമിപ്പിക്കാൻ അന്യ പെണ്ണുങ്ങളിലേക്ക് അവന്റെ കണ്ണു പോകുന്നെങ്കിൽ നീയാണ് പെണ്ണെ അതിന് കുറ്റക്കാരി, അതിന് നീയാണ് കുറ്റക്കാരി. അതുകൊണ്ട് നീ അവനോടുള്ള കടമ വീട്ടണം. അവന്റെ വിരിപ്പിലേക്ക് നീ സൗന്ദര്യത്തോടെ പോകണം, സന്തോഷത്തോടെ പോകണം. നിന്നാൽ കഴിയുന്ന സർവ്വവിധമായ സൗന്ദര്യങ്ങളും നീ അവിടെ പ്രകടിപ്പിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഫിത്നകളെല്ലാം കണ്ടിട്ടാണ് അവിടുന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും നല്ല പെണ്ണിന്റെ വിശേഷണം പറയുന്നത്. ഇദാ നളറ ഇലൈഹാ സർറതുഹു, അവളിലേക്ക് നോക്കിയാൽ ഇവന് സന്തോഷമാ. വഇദാ അമറഹാ തഅതുഹു, ഒരു കാര്യം അവളോട് പറഞ്ഞാൽ അവർ അപ്പോൾ അനുസരിക്കുക. വഇദാ ഗാബ അൻഹാ ഹഫിളതുഹു, ഏതെങ്കിലും ആവശ്യത്തിന് ഭർത്താവ് വീട്ടിൽ നിന്ന് പോയാൽ അവന്റെ മുതലും അവളുടെ ശരീരവും അതെല്ലാം സംരക്ഷിച്ച് നല്ലതുപോലെ ജീവിക്കുന്ന പെണ്ണാ. ഇതാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പറയേണ്ട വിഷയം. നമ്മുടെ ഭാര്യമാർ സന്തോഷത്തോടെ നമ്മുടെ അടുക്കൽ വരികയാണെങ്കിൽ, അവരുടെ എല്ലാ സൗന്ദര്യങ്ങളും ഒരു പുരുഷന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഇവിടെ മറ്റൊരു പെണ്ണിലേക്ക് എന്റെ ഹൃദയം പോകൂല, മറ്റൊരു പെണ്ണിലേക്ക് എന്റെ മനസ്സ് പോകൂല. എന്റെ വികാരങ്ങളും ആവശ്യങ്ങളും എന്റെ ഭാര്യയുടെ അടുക്കൽ തന്നെ നടക്കുകയാണെങ്കിൽ പിന്നെന്തിനാണ് മറ്റൊന്നതിലേക്ക് പോകുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് ഹബീബ് പറഞ്ഞത്. ആരെങ്കിലും എന്റെ സുന്നത്തിനെ, എന്റെ ചര്യയെ, എന്റെ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് നിങ്ങളുടെ കണ്ണിനെ സംരക്ഷിക്കുകയാണ്. ഒരു പെണ്ണിനെ കാണുമ്പോൾ ഞാൻ എന്തിനാണ് അങ്ങോട്ട് നോക്കുന്നത്? കാരണം ഇതേപോലെ സുന്ദരിയായ ഒരു പെണ്ണെനിക്ക് വീട്ടിലുണ്ട്. അവള് മതി എന്റെ എല്ലാ കാര്യങ്ങൾക്കും എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ കണ്ണിനെ ആ പെണ്ണ് സംരക്ഷിക്കുകയാണ്, നിങ്ങളുടെ മനസ്സിനെ ആ പെണ്ണ് സംരക്ഷിക്കുകയാണ്. അങ്ങനെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നല്ലൊരു പെണ്ണാണ് യഥാർത്ഥ പെണ്ണ്. ഭർത്താവിനോടുള്ള ഏറ്റവും വലിയ കടമയതാ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുന്നു, ലാ യഫറുഖു മുഅ്മിനും മുഅ്മിനാ, ഒരു മുഅ്മിനും ഒരു മുഅ്മിനായ പെണ്ണിനോടും ഒരു ഭർത്താവും ഒരു ഭാര്യയോടും ചൂടാകാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് അടിക്കാൻ പാടില്ല. ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പാടില്ല. ഇൻ കരിഹ മിൻഹാ ഖുലുഖാ, ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമില്ല എങ്കിൽ റളിയ മിൻഹാ ഗൈറഹു, മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടും. ഒരു പെണ്ണിന്റെ ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ മറ്റൊരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ നീ പറയും നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ്. എന്താ ടേസ്റ്റ്?
അതിപ്പം നടന്നില്ലെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ്, അതിപ്പോ പോട്ടെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്വഭാവം, എന്തെങ്കിലും ഒരു ദേഷ്യം കാണുമ്പോൾ അപ്പം എടുത്തിട്ട് അടിക്കുക, അല്ലെങ്കിൽ മാനസികമായ പീഡനം നടത്താതെ ഏതെങ്കിലും ഒരു സ്വഭാവം. എന്താ സ്വഭാവം? രാവിലെ എഴുന്നേറ്റ് സുബഹിയൊക്കെ നിസ്കരിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും, പിന്നെ 36 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ. ക്ഷീണം കൊണ്ടാ. അപ്പൊ നമ്മൾ എന്താ കടന്നുറങ്ങിക്കോട്ടെ എന്ന് കരുതണം. ആ ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലോ വേറെ ഏതെങ്കിലും രാവിലെ 10 മണിക്ക് എഴുന്നേറ്റിട്ട് നല്ല കാപ്പി ഉണ്ടാക്കി തരും, ചായ ഉണ്ടാക്കി തരും, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഒരു സ്വഭാവം നമുക്ക് ഇഷ്ടമില്ല എങ്കിൽ മറ്റൊരു സ്വഭാവം ഇഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, ആ സ്ത്രീകളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക. മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താ സലാത്തില്ലാത്ത? ഏറ്റവും കൂടുതൽ സലാത്തില്ല മാസമല്ലേ? എന്നിട്ട് ആരും സലാത്തില്ലാത്ത? മുഹമ്മദുർ റസൂലുള്ളാഹി. ഇവിടൊക്കെ 3 പ്രാവശ്യം പറയണം അല്ലേ? 3 പ്രാവശ്യം പേര് പറഞ്ഞാലേ സലാത്തുള്ളൂ. അങ്ങനെ ഉണ്ടോ? ഇല്ല. നമ്മളവിടെ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അപ്പോൾ സ്വലാത്ത് ഇങ്ങനെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് കിട്ടുക. അതുകൊണ്ട് സ്വലാത്ത് കൊണ്ട് നമ്മുടെ സദസ്സിനെ സജീവമാക്കണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനോട് സ്വലാത്ത് കൊണ്ട് നാം അടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ വാപ്പയെക്കാളും ഉമ്മയെക്കാളും നാം സ്നേഹിക്കേണ്ട ആ ഹബീബിനെയാണ്. ഉമ്മയുടെ മഹത്വം മാനോവർക്ക് പറഞ്ഞു തന്നത് ഹബീബാണ്. ഉപ്പയുടെ വില മാനോവർക്ക് പറഞ്ഞു കൊടുത്തത് ഹബീബാണ്. ഭാര്യയുടെ മഹത്വം പറഞ്ഞു തന്നതും ഹബീബാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന. ആ പെണ്ണുങ്ങൾ നിങ്ങളുടെ വസ്ത്രമാണ് ഭർത്താക്കന്മാരെ. നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ വസ്ത്രമാണ് നിങ്ങളുടെ ഭർത്താവ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ ഊഷ്മളമായ ഉദാഹരണം പറഞ്ഞ വേറൊരു നേതാവിനെ നമുക്ക് കാണാൻ കഴിയുമോ? വേറൊരു പ്രസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയുമോ? അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ വസ്ത്രമാണ് എന്റെ ശരീരത്തിലേക്ക് ഏറ്റവും അടുത്തത്. എന്റെ മുട്ടിന്റെ ഭാഗത്തൊരു വ്രണമുണ്ടെങ്കിൽ ആ വ്രണത്തെ കുറിച്ച് കൂടുതൽ അറിയുന്നത് എന്റെ വസ്ത്രമാണ്. എന്റെ രഹസ്യ ഭാഗങ്ങൾ അറിയുന്നത് എന്റെ വസ്ത്രമാണ്. ഈ വസ്ത്രം ധരിച്ചപ്പോഴാണ് എനിക്കൊരു മാന്യത വന്നത്. ഈ വസ്ത്രമില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്റ്റേജിലേക്ക് വരാൻ പറ്റൂല. ഈ വസ്ത്രമില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റൂല. ഒരാളുടെ വസ്ത്രം അയാളുടെ അഭിമാനമാണ്. ഒരാളുടെ ശരീരത്തിനോട് ഏറ്റവും അടുത്തതാണ്. ഒരാളുമായി ഏറ്റവും അടുത്തത് വസ്ത്രമാണ്. രാവിലെ സുബഹിക്ക് പള്ളിയിൽ വരണമെങ്കിൽ നിനക്ക് വസ്ത്രം വേണം. വസ്ത്രമില്ല എങ്കിൽ നീ വീട്ടിൽ തന്നെ നിസ്കരിക്കേണ്ടി വരും. ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേ വസ്ത്രമാണുള്ളതെങ്കിൽ ഭർത്താവ് നിസ്കരിക്കുന്നത് വരെ ഭാര്യ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ സഹാബാക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാഹ്, നമുക്ക് ഒരുപാട് വസ്ത്രങ്ങളുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ വസ്ത്രത്തോടെയാണ് ദമ്പതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് ഭാര്യ വേണം, നല്ലൊരു ഭാര്യ വേണം. ഭാര്യയോട് സ്നേഹമുള്ളൊരു ഭർത്താവ് നമുക്ക് വേണം. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. ആ വസ്ത്രം എങ്ങനെയാണ് അടുത്തിരിക്കുന്നത്, ആ വസ്ത്രം എങ്ങനെയാണ് നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതേപോലെയാണ് നിന്റെ കുടുംബവുമായി നിന്റെ ഭാര്യയുമായി നീ അടുത്തിരിക്കേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ജമലുല്ലൈലി തങ്ങൾ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ വന്നിട്ടുണ്ട്. അള്ളാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. മഹാനവറുകൾ അല്പം വിശ്രമിച്ചതിന് ശേഷം നമ്മുടെ വേദിയിലേക്ക് വരും. എല്ലാവരും സജീവമായി അകത്തേക്ക് കയറിയിരിക്കണം. അള്ളാഹു നമുക്കെല്ലാം ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുടുംബ ജീവിതത്തിന്റെ ഭദ്രത ഒരുപാട് വിവരിക്കുകയാണ്, ഒരുപാട് വിശേഷണങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പർണശാലയിൽ സഹാബാക്കൾക്ക് വിജ്ഞാനം വിളമ്പുന്ന സമയത്ത് ഹബീബ് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, അഫീ ബുൽഇ അഹദികും സദഖ. ഒരുപാട് സദഖകളുടെ മഹത്വം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് സദഖയുടെ പ്രതിഫലമാണ്. സദഖയുടെ പ്രതിഫലമാണ് നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ രമിക്കുന്നത്, സല്ലപിക്കുന്നത്. ഭാര്യയുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രതിഫലമുള്ള കാര്യമാണെന്ന് പറയാൻ ആണത്തമുള്ള ഏതെങ്കിലും സംഘടനകളുണ്ടോ? ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ? ഏതെങ്കിലും മതങ്ങളുണ്ടോ? നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ ബന്ധപ്പെടുന്നത്
നിനക്ക് സദഖയുടെ പ്രതിഫലം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ പറഞ്ഞു പോകാത്ത വരയിട്ടു പോകാത്ത ഒരു കാര്യങ്ങളുമില്ല. ആധുനിക യൂറോപ്പിന്റെ മെമ്മറിയിൽ ഉദിച്ചു വരാത്ത എത്രയെത്ര ശാസ്ത്രീയ സത്യങ്ങളാണ് ആ ഹബീബിന്റെ തിരുവചനങ്ങളിൽ നിന്ന് നാം കേട്ടത്. ആ നേതാവിനെ നാം ഇഷ്ടപ്പെടേണ്ടതുണ്ട്, ആ ഹബീബിനെ നാം ഇഷ്ടപ്പെടേണ്ടതുണ്ട്. സുന്ദരമായ ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമാണോ അതെല്ലാം നമുക്ക് പറഞ്ഞു തരുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു ഉപ്പയിൽ കാണാത്ത സ്വഭാവം മാനവിധങ്ങളിൽ നാം കാണുകയാണ്, ഒരു ഉമ്മയിൽ കാണാത്ത സ്വഭാവം മാനവിധങ്ങളിൽ നാം കാണുകയാണ്. ആ ഉമ്മ നമ്മളെ ഇത്രയേറെ സ്നേഹിച്ചിട്ടില്ല, പ്രിയപ്പെട്ട ഉപ്പ നമ്മളെ ഇത്രയേറെ സ്നേഹിച്ചിട്ടില്ല. ആ നബിതങ്ങൾ പറയുന്നു, മോനെ നിന്റെ കുടുംബ ബന്ധം ഭദ്രമാകാൻ, നിന്റെ പ്രിയപ്പെട്ടവളുമായി നിശീധിനിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കം വിളിച്ചുറങ്ങുമ്പോൾ നീ സല്ലപിക്കുന്നത്, നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അത് സദഖയുടെ പ്രതിഫലമാണ്. സ്വാഭാവികമായി സദസ്സിൽ നിന്നൊരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് അയൽതി അഹദുനാ ശഹവതഹു വയകൂനു ലഹു ഫീഹാ അജ്ർ. ഞങ്ങളുടെ ശരീരത്തിന്റെ വികാരം, ഞങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹം ഞങ്ങളുടെ ഭാര്യയിൽ തീർക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത്? അത് ഞങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യമല്ലേ? അത് ഞങ്ങളുടെ സുഖത്തിന്റെ ഭാഗമല്ലേ? അത് ഞങ്ങളുടെ ആവശ്യമല്ലേ? വികാരത്തിന്റെ ശമനമല്ലേ റസൂലേ? എങ്ങനെയാണ് അതിന് പ്രതിഫലം കിട്ടുന്നതെന്ന് ഹബീബിനോട് ചോദിച്ച വിദ്യാർത്ഥിയോട് ഹബീബ് പറയുകയാണ്, ഏ മനുഷ്യ, അറഅയ്തും വലലൗ വലഅഹാ ഫീ ഹറാം. നിന്റെ ആവശ്യ നിർവഹണത്തിന് നീ മറ്റൊരുത്തിയുമായി, നിന്റെ അന്യ പെണ്ണുമായിട്ടാണ്, വേറൊരു പെണ്ണുമായിട്ടാണ് നീ ബന്ധപ്പെടുന്നതെങ്കിൽ അകാന അലൈഹി ഫീഹി വിസ്റുൻ, നിനക്ക് തെറ്റുണ്ടല്ലോ, ഹറാമുണ്ടല്ലോ, ശിക്ഷയുണ്ടല്ലോ. ഫകദാലിക ഇദാ വലഅഹാ ഫിൽ ഹറാമി കാന ലഹു അജ്റുൻ. അതേ നിന്റെ പ്രിയപ്പെട്ടവളുമായി നീ ഹറാമില്ലാത്ത രൂപത്തിൽ ബന്ധപ്പെടുന്നത്, അതേ ഹറാമായ രൂപം ചെയ്യുന്നതിനേക്കാളും ഹറാമില്ലാതെ അള്ളാഹു അനുവദിച്ചു തന്നതിൽ നീ ഉപയോഗിക്കുന്നത് അതിന് പ്രതിഫലമല്ലേ മോനെ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുകയാണ്, ഇന്ന് സ്വന്തം ഭാര്യ ഫോണിൽ വിളിക്കുമ്പോൾ അവളോട് സംസാരിക്കാൻ ചില ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല. ഇപ്പോഴാ വിളിക്കുന്ന, ഞാൻ ഭയങ്കര തിരക്കിലാണ്, കുറച്ച് കഴിഞ്ഞ് വിളി, കുറച്ച് കഴിഞ്ഞ് വിളി, അപ്പോഴേ ഫോൺ കെട്ടുക. പിന്നെ ഫോണിന്റെ കമ്പനിയിൽ ഒരു പെണ്ണാ വിളിക്കുന്നെങ്കിലോ, എന്തുണ്ട് വിശേഷം, ആന്ന് അത് തന്നെ എന്ന് പറഞ്ഞ് അവളോട് കൊഞ്ചിക്കൊഴയാൻ. ഏതെങ്കിലും അയൽക്കാർ പെണ്ണുങ്ങൾ വിളിക്കുന്നെങ്കിലോ, ഏതെങ്കിലും ബസ്സിൽ നിന്ന് കണ്ട പെണ്ണുങ്ങൾ വിളിക്കുന്നെങ്കിലോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വിളിക്കുമ്പോഴോ അവളോട് സല്ലപിക്കാനും കഥ പറയാനും ചരിത്രം പറയാനും 5 മിനിറ്റും 10 മിനിറ്റും എത്ര രൂപ വേണമെങ്കിലും അതിന് ഫോണിൽ ചാർജ് ചെയ്യാം. പക്ഷേ തന്റെ പ്രിയപ്പെട്ടവരെ വിളിക്കുമ്പോൾ സ്നേഹത്തിന്റെ ഒരു വർത്തമാനം പറയാൻ ചില ഭർത്താക്കന്മാർക്ക് കഴിയുന്നില്ല, ചില ഭർത്താക്കന്മാർക്ക് കഴിയുന്നില്ല. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പർണശാലയിൽ നിന്ന് നാം കേട്ട വാക്യം ഏതാണെന്നറിയുമോ? അവളുമായി സംസാരിക്കുന്നത്, അവളുമായി രഹസ്യങ്ങൾ പങ്കിടുന്നത്, അവളുമായി നിന്റെ സല്ലാപങ്ങളും നിന്റെ വിഷമങ്ങൾ അവളോടും അവളുടെ വിഷമങ്ങൾ നിന്നോടും പറയുന്നത് അത് സദഖയുടെ പ്രതിഫലമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഇടപിരിയാത്തൊരു കയറുപോലെ സുന്ദരമായി കെട്ടിപ്പടുക്കേണ്ടതാണ് ജീവിതം. അങ്ങനെ സന്തോഷത്തോടൊരു ജീവിതം മുന്നോട്ട് വരുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണേ, നിന്റെ മക്കൾ ഈ സന്തോഷം കണ്ടിട്ടാണ് പഠിക്കുന്നത്. എപ്പോഴും വാപ്പയും ഉമ്മയും കൂടെ അടിയാണ്. അതേ ചോറ് വിളമ്പുന്നെടുത്ത് അതാ പാത്രം എടുത്ത് അങ്ങോട്ടെറിയുന്നു ഇങ്ങോട്ടെറിയുന്നു, പകുതി കഴിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നു. മക്കൾ ഇത് കാണുകയാണ്, അവർക്കൊരു സന്തോഷമില്ല, അവർക്ക് നല്ലതുപോലെ ആഹാരം കഴിക്കാൻ പറ്റൂല, അവരുടെ ഹൃദയം വേദനിക്കുകയാണ്. എന്താ എൻ്റെ ഉപ്പ ഉമ്മയെ എപ്പോഴും ഇട്ടടിക്കുന്നത്, എന്താ എൻ്റെ ഉമ്മ ഉപ്പയോട് ഇങ്ങനെ പെരുമാറുന്നത്? അവരുടെ ഹൃദയത്തിലും വിഷമങ്ങൾ വന്നിട്ട് അവരൊരു ജീവിതം തുടങ്ങുമ്പോഴും അവരുടെ ജീവിതത്തിലും ഇതാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും സന്തോഷത്തോടെ സ്നേഹത്തോടെ
സ്നേഹത്തോടെ ഐക്യത്തോടെ എല്ലാം പരസ്പരം ക്ഷമിച്ചുകൊണ്ട് സഹിച്ചുകൊണ്ട് ഒരു ഭർത്താവിന് നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ചീഞ്ചലം നീ നിന്റെ നാക്കുകൊണ്ട് നക്കി തുടച്ചെടുത്താലും അവനോടുള്ള കടമ തീരുന്നില്ല എന്ന് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധുനിക ലോകത്തെപ്പം ഉമ്മമാരെ നോക്കി പറയുകയാ. കാരണം നിനക്ക് വേണ്ടി ജീവിക്കുന്നവൻ, നിന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവൻ, നിന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും സാന്നിധ്യമില്ലാതെ നിന്നെ സംരക്ഷിക്കുന്നവൻ, നാളെ ആഖിറത്തിൽ നിന്റെ ഭർത്താവായി സ്വർഗത്തിൽ വരേണ്ടവൻ, അങ്ങനെ നിനക്ക് വേണ്ടി സർവസ്വവും തരുന്ന അധ്വാനിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങാതെ അവനെ സന്തോഷിപ്പിക്കാതെ നീ നടന്നാൽ അല്ലാഹു അല്ലാത്ത ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ ഈ ഉമ്മത്തിനോട് കൽപ്പിച്ചുവെങ്കിൽ ഭർത്താക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭാര്യമാരോട് പറയുമായിരുന്നു എന്ന് ഹബീബിന്റെ പർണശാലയിൽ നിന്ന് നാം കേട്ട ശബ്ദമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, സ്നേഹം മാത്രം കൊടുത്തു പരിചയമുള്ള ഉമ്മ, മക്കളെ താലോലിക്കുന്ന ഉമ്മ, ഭർത്താക്കന്മാരുടെ പൊരുത്തമില്ലെങ്കിൽ സ്വർഗത്തിന്റെ ഏഴയലത്ത് പോലും എത്തൂല, നിങ്ങളുടെ തഹജ്ജുദ് നിസ്കാരം എത്തൂല, നിങ്ങളുടെ സ്വലാത്ത് എത്തൂല, ദിക്ർ എത്തൂല. അവനോട് ഇഷ്ടമില്ലാത്ത ആളുകളുമായി സംസാരിക്കുക, അവൻ പറയുന്നതിന് എതിര് കാണിക്കുക തുടങ്ങി ഏതെല്ലാം എതിർക്കുന്ന പദങ്ങൾ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ പാപമോചനമാകണമെങ്കിൽ അവന്റെ പൊരുത്തമില്ലാതെ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അവന്റെ പൊരുത്തത്തോടുകൂടി എല്ലാം പറഞ്ഞ് ഇനിയെങ്കിലും ഒരു ജീവിതത്തിന്റെ നല്ല കെട്ടുറപ്പുണ്ടാക്കിയെടുത്ത് മാന്യമായൊരു കുടുംബ ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ സ്ത്രീകൾ പുലർത്തേണ്ട മുൻകരുതലുകൾ എന്താണ്? നമ്മുടെ ഈ ആധുനിക യുഗത്തിൽ ഒരുപാട് സാഹചര്യങ്ങൾ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു സംരക്ഷണം ഉണ്ടാകാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഉമ്മമാരത് ശ്രദ്ധിക്കും. വീടിന്റെ പ്രധാന വാതിൽ ഭദ്രമായി പൂട്ടേണ്ടതുണ്ട്. ഭർത്താവോ മറ്റാണുങ്ങളോ വീട്ടിലില്ലാത്തപ്പോൾ പുറത്തു നിന്ന് വരുന്നവരെ അകത്ത് കയറ്റി ഇരുത്താതെ അവര് ആ പുറത്തു നിന്ന് വരുന്നവരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ജനലങ്ങാണെന്ന് തുറന്നിട്ട് ഇവിടെ ആളില്ല എന്ന് പറഞ്ഞു വിട്ടേക്കണം. അല്ലാതെ വാ കേറി വാസനാരിയാക്ക, മച്ച ഇവിടെ ഇല്ല, കേറി ഇനി കട്ടൻ ചായ കുടിച്ചിട്ട് പോകാം എന്നും പറഞ്ഞിട്ട് ഒരു അന്യ പുരുഷനെ പിടിച്ചാത്തിട്ടാൻ പാടില്ല. സിറ്റ് ഔട്ടിലും പുറത്തൊന്നും ഇരുത്താൻ പാടില്ല. ആ ജനലൊന്ന് ചെറുതായിട്ട് തുറന്നിട്ട് ഇവിടെ ആളില്ല, പുറത്തു പോയിരിക്കുക, 10 മിനിറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഫോണിലൊന്ന് ബന്ധപ്പെടും എന്ന് പറഞ്ഞിട്ടേ ഒരു അന്യ ആള് വന്നാൽ അവൻ ആ പെണ്ണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഗൾഫിൽ നിന്ന് പൈസ അയക്കും, വളഞ്ഞ വഴിയിൽ പൈസ അയക്കുമ്പോൾ അവൻ നേരെ വന്ന് അടുക്കള ഭാഗത്തൂടെ കയറി വന്ന് സിറ്റൗട്ടിലോ അല്ലെങ്കിൽ അകത്തിരുന്നിട്ട് പൈസ എണ്ണി കൊടുക്കും. അതുവരെ ഇവളും അവനും കൂടെ ഇങ്ങനെ ഇരിക്കാം. ഇതാണ് ഈ ഭദ്രമായ കുടുംബ ജീവിതത്തിൽ ഫിത്നകളും പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള കാരണങ്ങൾ. അന്യ ആളുകളെ നിർത്തേണ്ടതുണ്ട്. അവനോട് ഭർത്താവിന്റെ കാര്യങ്ങൾ, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ആളുകളെ വീട്ടിൽ കയറ്റാൻ പാടില്ല. അതുപോലെ തന്നെ കിടപ്പ് മുറിയിലേക്ക് ആരെയും കയറ്റാൻ പാടില്ല. ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ പുറത്തുനിന്ന് വരുന്നവരെ അകത്തുനിന്ന് നമുക്ക് കാണണം. ആരാ വരുന്നത്? ഇന്ന ആളാ വരുന്നത്. ചില ഗ്ലാസുകളുണ്ട്, അവിടുന്ന് കാണുമ്പോൾ ഇങ്ങോട്ട് കാണൂല, നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ എന്നിട്ടോ അങ്ങനെ ഒരു സംവിധാനം നാം ഉറപ്പാക്കണം. ഇനിയോ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വീട്ടിലുള്ളത് എന്ന് വരുന്ന ആള് അറിയാൻ പാടില്ല. ഇവിടെ ആരും ഇല്ല കേട്ടോ, പിന്നെ എന്നും പറഞ്ഞ് നമ്മൾ പറയുന്ന ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ എന്ന ഒരു വാർത്ത അവനെ അറിയിക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും പിശാചിന്റെ ചിന്ത വന്നാൽ ആ പിശാചിനെ അടിപ്പായിക്കാൻ വേണ്ടി ആയത്തുൽ കുർസി ഓതുക. അങ്ങനെ ആയത്തുൽ കുർസി ഓതി ദിക്റുകൾ ഓതി പിശാചിന്റെ ചിന്തകൾ മനസ്സിലേക്ക് വരാതെ നാം സുന്ദരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാം ഒരു ബന്ധം എടുക്കാൻ പോകുമ്പോൾ പരസ്പരം പറയാൻ പറ്റുന്ന എല്ലാ രഹസ്യങ്ങളും, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇന്നതാണ്, അങ്ങോട്ട് പറയാം. അപ്പൊ തിരിച്ച് അവിടുന്ന് ആ കുടുംബം ഇങ്ങോട്ട് പറയുക, ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. ഇതെല്ലാം മറച്ചു വെച്ചിട്ട് അവസാനം കല്യാണം കഴിഞ്ഞിട്ടാണ് അതിവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കുടുംബമാണല്ലോ, നിങ്ങൾ നമ്മടുത്ത് വയ്ക്കാൻ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് പറയേണ്ട എല്ലാ രഹസ്യങ്ങളും പറയുക.
അപ്പോൾ നിക്കാഹ് ഉറപ്പിക്കുന്നതിന് മുമ്പ് പറയാൻ പറ്റുന്ന എല്ലാ രഹസ്യങ്ങളും പറയുക. പിന്നെയോ ആ വിവാഹ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ മുതിർന്നവരെ പരിഗണിക്കേണ്ടതുണ്ട്, മുതിർന്ന ആളുകളെ പരിഗണിക്കേണ്ടതുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളെയാണ്. മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ടൊരു വിവാഹ ജീവിതം മുന്നോട്ട് പോകാൻ പാടില്ല. ചില മക്കളുണ്ട്, ആ മക്കൾ ഉമ്മയോട് ചോദിച്ചിട്ടാണ് ബാത്റൂമിൽ തന്നെ പോകുന്നത്. പണ്ട് കാലങ്ങളിൽ ചെറുപ്പത്തിൽ ഉമ്മ ഞാൻ അതാ വരുന്നു, അല്ലെങ്കിൽ വാപ്പ എനിക്കൊരു പാന്റ് വേണം, അല്ലെങ്കിൽ ഒരു മുണ്ട് വേണം. അങ്ങനെ എല്ലാം ചെയ്യുന്നത് ഉമ്മയോടും ഉപ്പയോടും ചോദിച്ചിട്ടാണ്. പക്ഷേ കല്യാണമെന്ന് കഴിഞ്ഞതിന് ശേഷം എവിടെ പോകുന്നു എന്ന് പോലും ഉപ്പയോടും ഉമ്മയോടും പറയാതെ നിന്റെ ജീവിതത്തിലേക്ക് അതാ നീ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ നിന്റെ പൈസയുമായി നീ ആ ഷോപ്പിൽ പോയി ബൈക്ക് എടുത്തോണ്ട് വന്നിട്ട് ആ ബൈക്കുമായി നിന്റെ വീട്ടിലേക്ക് വരുന്ന രംഗമല്ല ഉപ്പ കാണേണ്ടത്, ആ രംഗമല്ല ഉമ്മ കാണേണ്ടത്. നിന്റെ പ്രിയപ്പെട്ടവളുമായി ബൈക്കിൽ വന്ന് വീട്ടിലേക്ക് വരുമ്പോ ഉപ്പ ഞാനൊരു ബൈക്ക് എടുത്തു എന്ന് അപ്പോഴല്ല പറയേണ്ടത്. മറിച്ച് നിന്റെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഉപ്പയോടും ഉമ്മയോടും ആലോചിക്കണം. ഉപ്പ എത്ര നാളായി നമുക്കൊരു ബൈക്ക്, ഒരു വാഹനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇപ്പൊ കുറച്ച് പൈസയൊക്കെ നമ്മുടെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് പൈസയൊക്കെ കടവുണ്ട്, നല്ലൊരു ബൈക്ക് വാങ്ങുകയല്ലേ? ഉപ്പയുടെ അഭിപ്രായം എന്താ? അങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ട് മുതിർന്നവരെ മുന്തിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരു ഫോൺ വാങ്ങിക്കുമ്പോ അതിന് വാങ്ങിച്ചിട്ട് പിന്നെ ഉപ്പ കാണുന്നൊരു സാഹചര്യം, ഒരു ബൈക്ക് വാങ്ങുമ്പോ പിന്നെ ഓടിച്ചോണ്ട് വരുന്നതാണ് ഉപ്പ കാണുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ ഹൃദയത്തിൽ എത്ര വേദനയാണ് എൻ്റെ പ്രിയപ്പെട്ടവനെ ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി, അവന്റെ ഉമ്മയെക്കാളും അവന്റെ ഭാര്യയെ അവന്റെ ഉമ്മയെക്കാളും ഭാര്യയ്ക്ക് ആരെങ്കിലും സ്ഥാനം കൊടുത്താൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. വലാ യുഖ്ബലു മിൻഹു സർഫും വലാ അദിൽ, അവന്റെ സുന്നത്ത് നിസ്കാരമോ ഫർദ് നിസ്കാരമോ അല്ലാഹു സ്വീകരിക്കുകയില്ല. അപ്പം മുതിർന്നവരെ പരിഗണിക്കണം, പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിക്കണം. അവരെ അവഗണിക്കാൻ പാടില്ല. ഉമ്മ ഉപ്പയെ നാം അവഗണിക്കാൻ പാടില്ല. കുടുംബ ജീവിതത്തിൽ ഫിത്തനകൾ ഉണ്ടാകുന്ന ഒരു ചെറിയ പോയിന്റാണത്. അതേ ഉമ്മയ്ക്ക് നമ്മുടെ മരുമോളെ പിടിക്കുന്നില്ല, ഉമ്മയ്ക്ക് മകന്റെ ഭാര്യയെ പിടിക്കുന്നില്ല. ആ മകൻ മരിച്ചാലെങ്കിലും മകളുടെ കണ്ണുനീര് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ട്. അതുപോലെ തന്നെ ആ ഭർത്താവിന്റെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ കാണാൻ പറ്റാത്ത രീതിയിൽ ആധുനിക യുവതികൾ അതാ ജീവിക്കുന്ന സമയത്താണ് ആ കുടുംബത്തിൽ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത്, സ്വരച്ചേർച്ച ഒഴിവാകുന്നത്. അതുകൊണ്ട് പരിഗണിക്കേണ്ടവരെ പരിഗണിച്ച്, സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ച്, ഉമ്മ ഉപ്പ അവരുടെ കാലിന്റെ അടിയിലാണ് നമ്മുടെ സ്വർഗമെന്ന ബോധത്തോടെ നാം മാന്യമായി ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റു അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. നിന്റെ ഉമ്മ ഉപ്പയോട് നീ ചെയ്യുന്ന വർത്തമാനം പറയാൻ പാടില്ല. അവർ മുതിർന്നവരാണ്, നിങ്ങൾ രക്തത്തിളപ്പുള്ളവരാണ്. നിന്റെ മുൻപുള്ള ഭാര്യയുമായി നീ ബൈക്കിൽ കറങ്ങുന്ന സമയത്ത്, വാഹനത്തിൽ പോകുന്ന സമയത്ത്, അവൾക്ക് വേണ്ടി നീ എന്തെങ്കിലും പൊതികൾ വാങ്ങുന്ന സമയത്ത് നിന്റെ ഉപ്പ ഉമ്മ വീട്ടിലുണ്ടെങ്കിൽ രഹസ്യമായി അവൾക്ക് കൊണ്ട് കൊടുക്കാതെ അവർക്കും നീ ഒരു പൊതി വാങ്ങിക്കൊണ്ട് കൊടുത്താൽ പൊന്നുമോനെ, നാളെ നീ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ നീ ഒരുപാട് കരഞ്ഞപ്പോ നിന്റെ ഉപ്പയാണ് നിനക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നത്. നീ കരഞ്ഞ സമയത്ത് നിന്റെ ഉമ്മയാണ് നിനക്ക് മുലയൂട്ടിയത്. അതേപോലെ നാം ചിന്തിച്ചുകൊണ്ട് നീ പ്രായമാകുന്ന ഉമ്മയെയും ഉപ്പയെയും നിനക്ക് നിന്റെ നല്ല സമയത്ത്, നിന്റെ രക്തത്തിളപ്പുള്ള സമയത്ത്, നിന്റെ കയ്യിൽ ഒരുപാട് സമ്പത്ത് വരുമ്പോൾ അവരെ നീ പരിഗണിക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ചേ എന്ന വർത്തമാനം പറയാൻ പാടില്ല. എപ്പോഴാണ് നാം ചേ എന്ന വർത്തമാനം പറയുന്നത്? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കാണും, എന്താ ഇത് എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു ചേ എന്ന വർത്തമാനം മാതാപിതാക്കളോട് പറയുന്ന ഒരു സാഹചര്യം എപ്പോഴാ? നമ്മുടെ ടൈൽസിൽ ഇട്ട വീട്ടിൽ, നമ്മുടെ കൂടിയ വീട്ടിൽ ആ ഉപ്പ ഉമ്മ അതാ ബെഡിൽ കിടക്കുക, അവർക്ക് ആരോഗ്യമില്ല, അവർക്ക് എഴുന്നേറ്റ് പോയി മലമൂത്ര വിസർജനത്തിന് കഴിയുന്നില്ല. അവരുടെ കിടക്കയിൽ തന്നെയാണത് സാധിക്കുന്നത്, അവരുടെ കിടക്കയിൽ തന്നെയാണത് സാധിക്കുന്നത്.
ഏതുപോലെ നീ അവരുടെ മടിയിലാണ് ഇതെല്ലാം സാധിച്ചത്. ഉപ്പ നിന്നെ തോളിലേക്ക് എടുത്തപ്പോഴാണ് നീ കാഷ്ടിച്ചു കൊടുത്തത്. ഉമ്മ നിന്നെ ആ മുലയൂട്ടുമ്പോഴാണ് മടിയിൽ നീ പെടുത്തു കൊടുത്തത്. ഇതേപോലെ നിന്റെ സുന്ദരമായ വീട്ടിൽ അവര് മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുമ്പോൾ ഇദാ കബറ അബവാനി വഹ്താജ ഇലാ റഫ്ഇ ബൗലിഹിമാ വഹ്താജൻ ഇലാ റഫ്ഇ ബൗലിഹിമാ, അവർക്ക് രണ്ടുപേർക്കും അതാ മൂത്രമൊഴിക്കേണ്ടി വരും. വഗായിതിഹിമാ, അവർക്ക് ബാത്റൂമിൽ പോകേണ്ടി വരും. ഫലാ തഖുദ് ബിഅംരിക ഇൻദ ദാലിക, നിന്റെ സുന്ദരമായ ടൈൽസിന്റെ പളപളപ്പിൽ നീ അവരങ്ങത് ചെയ്യുമ്പോൾ, നീ അത് വൃത്തിയാക്കാൻ വേണ്ടി റൂമിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വാസന എടുത്തുകൊണ്ട് നീ മൂക്കിലേക്ക് കൈവെക്കാൻ പാടില്ല. നീ മൂക്കിലേക്ക് കൈവച്ചിട്ട് എന്ന് പറയാൻ പാടില്ല. വലാ തഅബസ് ബിവജ്ഹിക, നിന്റെ മുഖം ചുളിക്കാൻ പാടില്ല. ഫഇന്നഹുമാ ഖദ് റഫഅ ദാലിക മിൻക ഫീ ഹാലത്തി സിഗ്രിക വറഅയാ ലക വറഅയാ ദാലിക മിൻക കസീറാ, നിന്റെ ചെറുപ്പ സമയത്ത് നീ കാഷ്ടിച്ചപ്പോൾ മൂത്രിച്ച സമയത്തോ അതേ നിന്റെ ഉപ്പ ഉമ്മ മുഖം ചുളിച്ചില്ല, മൂക്കിൽ പിടിച്ചില്ല. വില കൂടിയ അത്തറിന്റെ മണത്തെക്കാളും അവർക്കത് സുഗന്ധമായിരുന്നു. മടിയിൽ മൂത്രിച്ചപ്പോൾ എടുത്തു കളഞ്ഞില്ല. പ്രത്യേകിച്ച് ഉമ്മമാരെത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ വളർത്തിയത് പൊന്നുമോനെ. സുന്ദരമായ സഹു കുടുംബം നീ കെട്ടിപ്പടുക്കുന്ന സമയത്ത് അവരെ മറക്കല്ലേ മോനെ. നോമ്പിന്റെ സമയത്ത് അതാ പകലന്തിയോളം പണിയെടുത്ത് ഒരൽപ്പം വാങ്ങി വിളിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോഴാണ് വീട്ടിലുള്ള എല്ലാ ആണുങ്ങൾക്കും ഭക്ഷണം കൊടുത്തിട്ട് അവർ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ വേണ്ടി പാത്രം എടുത്തു വെച്ചപ്പോഴാണ് തൊട്ടിയിൽ ഉറങ്ങിക്കിടന്ന നീ കരഞ്ഞത് പൊന്നേ. ഉടനെ ഉമ്മ അതാ ഭക്ഷണം മാറ്റി വെച്ചില്ലയോ, ഓടി വന്ന് നിന്നെ എടുത്തില്ലയോ, വന്നിട്ട് ചക്കരമുത്തം തന്നിട്ട് മടിയിലതാ ഒരു കൈ കൊണ്ട് അതാ അവരുടെ കുപ്പായം പൊക്കി പാല് നിന്റെ വായിലേക്ക് വെച്ച് മറ്റേ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോൾ നീ മൂത്രമൊഴിച്ചു കൊടുത്തില്ലയോ. അവര് നിന്നെ എടുത്ത് കളഞ്ഞില്ല മോനെ. വീണ്ടും പാത്രമെടുത്ത് മാറ്റിയിട്ട് നിന്റെ കവിളിൽ മുത്തം നൽകി നിന്റെ വസ്ത്രമെല്ലാം മാറ്റി നിന്നെ കഴുകിയിട്ട് നല്ല കുപ്പായവും നിക്കറുമൊക്കെ ഇട്ട് തന്ന് വീണ്ടും നിന്നെ ചുംബിച്ച് നിന്നെ വളർത്തിയ നിന്റെ മാതാപിതാക്കളെ നിന്റെ ഭാര്യയുമായി നീ ജീവിക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അവരുടെ വയസ്സായ സാഹചര്യത്തിൽ പ്രായം ചെല്ലുമ്പോൾ ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും മോനെ. നിന്നെ അടിച്ചാലും കൊന്നാലും നിന്നെ നല്ലതുപോലെ ആക്ഷേപിച്ചാലും നീ അവരെ ചേർന്ന് പറയണ്ട. കാരണം നിന്നെ വളർത്തിയ നിന്റെ ഉമ്മയാ, നിന്നെ വളർത്തിയത് നിന്റെ ഉപ്പയാ. ഞാൻ ഓർത്തു പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. ഉമ്മ ഒരു കഥ പറഞ്ഞു തരുന്നു മോനെ. നീ 2 വയസ്സുള്ള സമയത്ത് തൊട്ടിലിൽ ആട്ടുമ്പോൾ നിനക്കൊരു ബിസ്ക്കറ്റ് വേണം, ഒരു കേക്ക് വേണം. ആ കേക്ക് കഴിക്കാതെ നീ ഉറങ്ങാറില്ല. പക്ഷേ ആ കേക്ക് വാങ്ങാനുള്ള പൈസ ഉപ്പയുടെ കയ്യിലില്ലായിരുന്നു. നീ കരയുന്ന സമയത്ത് ചായക്കടയുടെ അടുക്കൽ ഉപ്പ പോയി നിൽക്കും. അവിടെ ഇങ്ങനെ നിന്നിട്ട് കറങ്ങി ആ ചായക്കടയ്ക്ക് തവാഫ് ചെയ്യും. ആരെങ്കിലും വന്നിട്ട് എന്താ അവിടെ നിൽക്കുന്നേന്ന് ചോദിക്കുമ്പോൾ മോനൊരു ബിസ്ക്കറ്റ് വാങ്ങാൻ വന്നതാണെന്ന് പറയാൻ വേണ്ടി അവരെ കയ്യിൽ നിന്ന് 5 പൈസ 25 പൈസ ആണെന്ന് വില, അത് വാങ്ങിച്ചിട്ട് എനിക്ക് തരാൻ വേണ്ടിയാണ്. പക്ഷേ അഭിമാനം ഒരാടെ മുമ്പിലേക്ക് കൈനീട്ടാൻ പറ്റുന്നില്ല. വീണ്ടും തിരിച്ചു വരുമ്പോൾ തൊട്ടിൽ നോക്കുമ്പോൾ ഞാൻ കരയുകയാ. വീണ്ടും ചായക്കടയിലേക്ക് പോകും, റോഡിലേക്ക് പോകും, അവിടെ നിൽക്കും. ആരും കൊണ്ടുവരുന്ന ലക്ഷണമില്ല. അവസാനം എൻ്റെ കരച്ചിലിന്റെ വിധിയോർത്തിട്ട് ആ കടയിൽ കയറി കടം വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ ബിസ്ക്കറ്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് അത് കടിച്ച് നീ ഉറങ്ങുന്നത് പൊന്നുമോനെ എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് കഥ പറഞ്ഞപ്പോഴാണ്. ഞങ്ങളെ പോറ്റാൻ വേണ്ടി ഗൾഫിൽ പോയ സമയത്ത് ഒരു ആക്സിഡന്റിൽ അടിമപ്പെട്ട് മരിച്ച് ദമാമിലുള്ള എയർപോർട്ട് റോഡിൽ അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഇതേപോലെ എത്ര കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് കല്യാണം കഴിച്ചപ്പോഴേക്ക് അവരെ മറക്കാൻ പാടുണ്ടോ? ഉമ്മ
ഉമ്മയെ മറക്കാൻ പാടുണ്ടോ? നമ്മളെ വളർത്തിയ നമ്മുടെ ഉസ്താദുമാരെ മറക്കാൻ പാടുണ്ടോ? അതെല്ലാം നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ഗോത്രങ്ങളാണ്. അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ ഹബീബിനെ മനസ്സാൽ വിചാരിച്ചോ, ആ ഹബീബിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നോ. ഇത് നല്ലൊരു അവസരമാണ്. റബീഇന്റെ പൊന്നമ്പിളി ആകാശത്തിലാണ്. റബീഉ നമ്മളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ മാതൃകകൾ കാണിച്ചു തന്ന മുത്തു ഹബീബാണ്. അവിടുത്തെ ഓരോരോ ജീവിതവും നമുക്ക് മാതൃകയാണ്. അവിടുന്ന് ഓരോ വിഷമങ്ങളിലും ക്ഷമിച്ചപ്പോൾ നമുക്ക് ക്ഷമിക്കേണ്ടതുണ്ട്. അവിടുന്ന് ഓരോരോ വിഷമങ്ങൾ സഹിച്ചപ്പോഴും നമുക്കതിൽ മാതൃകയുണ്ട്. അതെല്ലാം കാണിച്ചു തരാനാണ് ഹബീബ് വന്നത്. നിങ്ങളറിയില്ലേ, ഹബീബല്ലേ ഉമ്മയെ പരിചയപ്പെടുത്തി തന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഉമ്മയാണെന്ന് ഞാൻ പറഞ്ഞാൽ ആ ഉമ്മയെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് ഹബീബല്ലയോ? ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ പറഞ്ഞാൽ ആ ഭാര്യയെ പരിഗണിക്കേണ്ട വചനങ്ങൾ കൊണ്ട് എനിക്ക് ധന്യമായ ഒരു മുഹൂർത്തം സമ്മാനിച്ചത് അവിടുത്തെ ഹബീബല്ലയോ? ഞാൻ എൻ്റെ ഉപ്പയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപ്പയുടെ മഹത്വവും വിലയും പഠിപ്പിച്ചു തന്നത് അവിടുന്നല്ലയോ? അങ്ങനെ ആരാരെ നാം സ്നേഹിച്ചാലും അവരോടെല്ലാം സ്നേഹം പഠിപ്പിച്ച മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എല്ലാവരെക്കാളും, സ്വന്തം മക്കളെക്കാളും, സ്വന്തം പിതാക്കന്മാരെക്കാളും, ഭാര്യയെക്കാളും, ഭാര്യയുടെ കുടുംബത്തിലുള്ളവരെക്കാളും നമുക്ക് ഏറ്റവും സ്നേഹിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഞാനിവിടെ വഅ്ള് പറയുന്നത് ഹബീബിന് വേണ്ടിയാണ്. നിങ്ങളിവിടെ വന്ന് ഈ വിജ്ഞാനം കേൾക്കുന്നത് ഹബീബിന് വേണ്ടിയാണ്. ഞാൻ നഖം വെട്ടുമ്പോൾ ഹബീബ് എങ്ങനെയാണ് നഖം വെട്ടിയത്? ഞാൻ നിസ്കരിക്കുമ്പോൾ ഹബീബ് എങ്ങനെയാണ് നിസ്കരിച്ചത്? ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ഹബീബ് എങ്ങനെയാണ് വെള്ളം കുടിച്ചത്? ഞാൻ കുടുംബജീവിതം നയിക്കുമ്പോൾ ഹബീബിന്റെ കുടുംബജീവിതം എങ്ങനെയാണ്? അങ്ങനെ എല്ലാ ജീവിതത്തിന്റെ നിമിഷങ്ങളിലും ഹബീബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനാണെങ്കിൽ അല്ലാഹു നമ്മെ ആ തരത്തിൽ മുഹബ്ബീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ നാട്ടിന് എന്നും ആത്മീയമായ പ്രഭ നൽകുന്നത് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന, ഇവിടെ മറമാടിയിരിക്കുന്ന സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കട്ടെ. എനിക്ക് ഏറ്റവും ഇവിടെ ഉള്ളവർ ഇഷ്ടം ചെറുപ്പക്കാരോടാണ്. ചെറുപ്പക്കാരാ, നീ നിസ്കരിക്കുന്നവനാകണം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരാളുടെ വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ, ഒരാൾ യഥാർത്ഥമായ ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഷഹാദത്ത് നിനക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ, രണ്ടാമതായി നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ് നിസ്കാരം. നിസ്കാരമില്ലാത്തവന് ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. അങ്ങനെ നീ നിസ്കാരക്കാരനാകണം. നീ പള്ളിയിൽ എത്രയും പെട്ടെന്ന് നിനക്ക് പോകാൻ കഴിയുമെങ്കിൽ പോകണം. അല്ല, അതിനുള്ള സാഹചര്യമില്ലെങ്കിൽ ഖളാ ആകുന്നതിന് മുമ്പ് നിനക്ക് സൗകര്യമാകുന്ന ആദ്യ സ്റ്റെപ്പിൽ തന്നെ നീ നിസ്കരിക്കണം. എപ്പോഴും ഒരു ഓർമ്മയുണ്ടാകണം, നമ്മളെല്ലാം മരിച്ചു വീണു കഴിഞ്ഞാൽ റോഡിന്റെ ഓരങ്ങളിൽ ചിന്നിച്ചിതറിയ മയ്യത്തുകളെ നമ്മൾ കാണുന്നില്ലയോ? വാഹനത്തിൽ പോകുമ്പോൾ ഞെട്ടറ്റ് വീഴുന്ന യൗവനങ്ങളെ നാം കാണുന്നില്ലയോ? നമ്മൾ എപ്പോഴും മരിക്കാനുള്ളവരാണ്, ആ മരണത്തിലേക്ക് പോകാനുള്ളവരാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹാഷിമിന്റെ പേര്
മയ്യിത്തുന്നാണ്. അതുകൊണ്ട് ആ നികൃഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ആ ഓമനിച്ച് നാം പരിപാലിക്കുന്ന ശരീരം അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം കൊണ്ട് സമർപ്പിച്ചില്ല എങ്കിൽ നമ്മളെ മൊത്തം എടുത്തുകൊണ്ടുപോയി പള്ളിക്കാട്ടിലിടുന്നൊരു ദിവസം അത് വിദൂരമല്ല. കവി പാടിയതുപോലെ പൊട്ടാനി മുൻ തുള്ളി പിഞ്ചോര കട്ട മുന്നീന്ന് കഷ്ടം ചുമന്നോരു കൊട്ട പെട്ടെന്ന് ചത്താൽ ചകമല്ല പൊട്ട പറ നിന്നോടൽക്ക് ബഹുമാനം പൊട്ട. മസിൽ പിരിപ്പിച്ച് ബൈക്കിൽ മോട്ടോറിൽ നീ പോകുന്ന സമയത്താണ് നിന്റെ റൂഹ് പിടിക്കാൻ മലക്ക് വരുന്നതെങ്കിൽ പിന്നെ നിന്റെ പേര് മയ്യിത്തെന്നാണ് നിന്നെ കൊണ്ടുപോവുകയാണ്. നേരത്തോട് നേരം വെക്കുമ്പോൾ പൊന്നുമോളെ നിന്റെ ശരീരത്തിൽ നിന്ന് നാറ്റമുണ്ടാകും. അതിനാൽ പെട്ടെന്ന് തന്നെ നിന്നെ കൊണ്ടുപോകും. ആ ഒരു ഓർമ്മ നമുക്കുണ്ടായാൽ സുബഹിക്ക് കിടന്നുറങ്ങാൻ തോന്നൂല. അസറിന്റെ സമയത്ത് കിടന്ന് നമുക്ക് ഗ്രൗണ്ടിൽ കളിച്ച് സമയം കളയാൻ തോന്നൂല. നാം നിസ്കാരമുള്ളവരാകണം. അല്ലാഹു നമ്മെ അങ്ങനെയുള്ളവരാക്കുമാറാകട്ടെ. ചൊല്ലിക്കോ മദീനയിലേക്കൊരു സ്വലാത്ത്. അസ്സലാത്തു അലൻ നബി. എല്ലാവരും ചൊല്ല്. അസ്സലാമു അലർ റസൂൽ. ആ യാത്രയിലുള്ള മറ്റൊരു പെണ്ണുമായി സല്ലപിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളുമായി ഒന്ന് പ്രേമം നടിക്കണം, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് വശീകരിക്കണം, എങ്ങനെയെങ്കിലും അവളെ എൻ്റെ ഇംഗതിക്കൊന്ന് കൊണ്ടുവരണമെന്ന് ഈ ചെറുപ്പക്കാരൻ യാത്രയിൽ ഉടനീളം ചിന്തിക്കുകയാണ്. അങ്ങനെ അതാ വിജനമായൊരു സ്ഥലത്തെത്തി. സൂര്യൻ അസ്തമിക്കുകയാണ്. എല്ലാവർക്കും യാത്രാ ക്ഷീണമുണ്ട്. ടെന്റുകൾ പൊങ്ങുകയാണ്. യാത്രാ ക്ഷീണമാണ്. മരുഭൂമിയിൽ വിറങ്ങലിക്കുന്ന തണുപ്പ് വീശി അടിക്കുന്നുണ്ട്. അങ്ങനെ അതാ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ബഹുമാനപ്പെട്ടവരെ, അങ്ങനെ ആ സമയത്ത് എല്ലാവരും നിശീധിനിയുടെ നിശബ്ദതയിൽ ആ കൂട്ടത്തിലെല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന നേരത്ത് ആ ചെറുപ്പക്കാരൻ അവളുടെ അടുക്കലെത്തുകയാണ്. എന്നിട്ട് അതാ വിഷയം പറയുന്നു. എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്, നമുക്കൊന്ന് സല്ലപിച്ചാലോ? ഈ ഇരുട്ടിന്റെ മറയത്ത് ആരും അറിയാത്തൊരു സ്ഥലത്ത് നമുക്കൊന്ന് കൂടിയാലോ? ആധുനിക സമസ്യയിൽ ഒരു മിസ്ഡ് കോൾ വരുമ്പോ അതിന്റെ പിന്നെ പോയിട്ട് ചെറുപ്പക്കാരി നിന്റെ ജീവിതം തുലയ്ക്കണ്ട. ആ മിസ്ഡ് കോളിന്റെ പിന്നിലോ ഏതെങ്കിലും ചെറുപ്പക്കാരൻ വാട്സപ്പിൽ നിനക്ക് ഫോണിൽ നിനക്കവന്റെ ഫോട്ടോ അയച്ചു തരുമ്പോ അതിന്റെ പിന്നിലോ നീ കൂടണ്ട. നിന്നെക്കാളും ശ്രദ്ധ നിന്റെ ജീവിതത്തിൽ നിന്റെ ഉപ്പ ഉമ്മാക്കുണ്ട്. അവർ നല്ലൊരു ചെറുപ്പക്കാരന് നിനക്ക് കണ്ടുപിടിച്ച് നല്ലൊരു ജീവിതം നിനക്ക് തരും. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഇത് പറഞ്ഞ സമയത്ത് ആ നല്ല പെണ്ണ് പറയുകയാണ്, ഫഖാലത്തു ഉൻദുർ അനാമന്നാസു ബിജമീഇഹിം. എല്ലാവരും നല്ലതുപോലെ ഉറങ്ങിയെന്ന് നീയൊന്ന് നോക്കിയിട്ട് വാ. നമ്മുടെ യാത്ര സഹയാത്രികൾ എല്ലാവരും നല്ലതുപോലെ ഉറങ്ങിയോ എന്ന് ടെന്റുകളിൽ പോയി നീ ഒന്ന് പോയി നോക്കി നല്ല സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് വരിക. ഇത് കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഫരിഹർ റജുലു ബിഖൗലിഹാ. ഇവളുടെ കൗല് കേട്ടപ്പോൾ, സംസാരം കേട്ടപ്പോൾ ഈ ചെറുപ്പക്കാരന് സന്തോഷമായി. വഅന്ന അന്നഹാ ഖദ് അജാബതുഹു. അവന്റെ മിഥ്യാധാരണ എന്താണെന്നറിയുമോ? എന്റെ ഇംഗതിക്ക് അവൾ വഴങ്ങി, അതുകൊണ്ടല്ലേ എല്ലാവരും ഉറങ്ങിയൊന്ന് നോക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് വലിയ സന്തോഷത്തിൽ ഫഖാമ വതാഫ ഹൗലൽ ഖാഫില. ഇരുട്ടിന്റെ ആനുകൂല്യം മുതലെടുത്ത് ക്ഷീണത്തോടെ കിടന്നുറങ്ങുന്ന ഖാഫിലയിലുള്ള എല്ലാവരെയും ടെന്റിന്റെ ഉള്ളിൽ പോയി ഉറങ്ങിയോ എന്ന് സ്ഥിരപ്പെടുത്തി ബോധ്യപ്പെടുത്തിയതിനു ശേഷം സന്തോഷത്തോടെ ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിന്റെ അടുക്കൽ വരുമ്പോൾ പെണ്ണ് അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, മാ തഖൂലു ഫില്ലാ. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉണർന്നിരിക്കുന്ന അല്ലാഹുവിന്റെ വിഷയത്തിൽ നീ എന്തു പറയുന്നു ചെറുപ്പക്കാരാ? അനായിമും ഫീ ഹാദിഹി സ്സാഅ.
ഈ സമയത്ത് അല്ലാഹ് ഉറങ്ങിയിട്ടുണ്ടോ? ഈ ചോദ്യം അങ്ങ് ചോദിക്കുന്നത് ഈമാനുള്ള പെണ്ണിന്റെ സ്വഭാവമാണ്. ഇത്തഖില്ലാ എന്ന് പറയുന്നത് ഈമാനുള്ള പെണ്ണിന്റെ സ്വഭാവമാണ്. ഇസ്രായേലിൽ ഇതിന് സമാനമായ ഒരു ചരിത്രമുണ്ട്. ഹബീബ് പറഞ്ഞു തന്നത്, വ്യഭിചാരത്തിന് വേണ്ടി അവളുടെ അടുക്കൽ സമീപിച്ച സമയത്ത് ആ ചെറുക്കന്റെ ആ പെണ്ണിൻ ആ പുരുഷന്റെ മുഖത്ത് നോക്കി ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നൊറ്റ പദമങ്ങ് പറഞ്ഞപ്പോൾ അല്ലാഹുവിനെ കുറിച്ച് അല്പം മറന്നുപോയ ബുദ്ധീനി ബോധമുള്ള ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ നീ സൂക്ഷിക്കണമെന്നങ്ങ് പറഞ്ഞപ്പോൾ ആ തെറ്റിൽ നിന്ന് മാറിയ സംഭവങ്ങൾ എത്രയാണ്. ഇതേപോലെ ഈ കാഫിലകൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ശാരീരികമായി ബന്ധപ്പെടാമെന്ന പുരുഷനോട് അല്ലാഹ് ഉറങ്ങിയിട്ടുണ്ടോന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഫഖാല റജുലു ഇന്നല്ലാഹ തആല ലാ യനാം, അല്ലാഹ് ഉറങ്ങില്ലല്ലോ മോളെ. ലാ തഖുദുഹു സിനത്തും വലാ നൗം, ആരാരുമില്ലാത്ത സമയത്ത് നീ ഫോണിൽ സല്ലപിക്കുകയാണോ? നിന്റെ കോളേജ് കുമാരിയുമായി നീ ബന്ധപ്പെടുകയാണോ? അന്യ പെണ്ണുമായി നീ സല്ലപിക്കുകയാണോ? എന്നാൽ മനസ്സിലാക്കുക, ലാ തഖുദുഹു സിനത്തും വലാ നൗം, നിന്റെ ഉപ്പയെ നിനക്ക് മറച്ചു വെക്കാം, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നിനക്ക് മറച്ചു വെക്കാം, നിന്നെ സംരക്ഷിക്കുന്ന നിന്നെ കോളേജിൽ കൊണ്ടാക്കുന്ന നിന്റെ പ്രിയപ്പെട്ട സഹോദരന് നിനക്ക് മറച്ചു വെക്കാം. ക്ഷീണമില്ലാത്ത ഉറങ്ങാത്ത അല്ലാഹു എല്ലാം കാണുന്നുണ്ട് മോളെ. ഈ ചെറുപ്പക്കാരനോട് ആ പെണ്ണതങ്ങ് പറയുമ്പോൾ അല്ലാഹ് ഉറങ്ങിയെന്ന് നോക്കാൻ പറയുന്ന നീ വിഡ്ഢിയല്ലേ, അല്ലാഹ് ഉറങ്ങൂലല്ലോ. ഫഖാലത്ത്, അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത്, ഇന്നല്ലദീ ലം യനം വലാ യനാമു യറാനാ, ഇതുവരെ ഉറങ്ങിയിട്ടില്ലാത്ത ഇനി ഉറങ്ങാത്ത അല്ലാഹു നിശീധിനിയുടെ നിശബ്ദതയിൽ ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ നമ്മുടെ കൂടെ വന്നവരെല്ലാവരും ക്ഷീണത്തിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോൾ നമ്മൾ തെറ്റു ചെയ്താൽ അല്ലാഹ് കാണൂലേ മോനെ? അത് നിനക്ക് ലജ്ജയില്ലേ മോനെ? ദീനീ ബോധമുള്ള ആ പെണ്ണങ്ങ് പറഞ്ഞപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ ആലോചിച്ചു പോകുന്നത്, ചിന്തിച്ചു പോകുന്നതെങ്കിൽ ഇതേപോലെ ദീനീ ബോധമുള്ളതായിക്കോ പ്രിയപ്പെട്ട പെങ്ങളെ, ദീനീ ബോധമുള്ളവരായിക്കോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നല്ല കുടുംബജീവിതത്തിന്റെ സുന്ദരമായ കെട്ടുറപ്പിന് വേണ്ടി ഹബീബിന്റെ പർണശാലയിൽ നിന്ന് കേട്ട ചില ശബ്ദങ്ങളാണ് നമ്മളിവിടെ പുനരാവർത്തനം ചെയ്തത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാം പറഞ്ഞു, നാം ഏറ്റവും സ്നേഹിക്കേണ്ടത് ഹബീബിനെയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. കാരണം ആ ഹബീബ് നമ്മളെ സ്വർഗത്തിന്റെ വഴി കാണിച്ചു തന്നവരാണ്. നാം ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഉപ്പ ഉമ്മമാരെ അവരുടെ ബഹുമാനം പഠിപ്പിച്ചു തന്നവരാണ്. ബറക്കത്തിനു വേണ്ടി ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ വിടവാങ്ങുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഹബീബിന് അടിമയായി കിട്ടിയതാണ് ഖദീജ ബീവിയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ അടിമയായി കിട്ടി ഹബീബിന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് ഇന്നടുത്തെന്റെ മകൻ ഉണ്ട് എന്നറിഞ്ഞിട്ട് മദീനയിൽ തിരക്കി വരുന്നു. മകനെ കാണാനിട്ട് ഹാരിസ് റളിയല്ലാഹു അൻഹു ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അവരുടെ ഉമ്മ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. മകനെ കാണാൻ ഒരുപാട് ദിക്കുകളിൽ തിരക്കിപ്പോയിട്ടുണ്ട്. ഹജ്ജിന് വന്ന സംഘമാണ് മദീനയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അടിമയായി സെയ്ദുണ്ട് എന്നറിയുന്നത്. അങ്ങനെയാണ് തിരക്കി അവിടെ വന്നത്. പക്ഷേ ആ വർഷങ്ങൾക്ക് ശേഷം മകനെ ഉപ്പ കാണുമ്പോൾ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിമ വിമോചകനാണ്. മോനെ സെയ്ദേ, നിന്റെ ഉപ്പാടെ കൂടെ പോകൂ മോനെ,
സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് കേണു പറയുമ്പോൾ അതാ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ അടിമയായി ഞാൻ ഇത്രയും കൊല്ലം ജീവിച്ചിട്ട് അടിമത്തത്തിന്റെ ഒരു വേദന ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ ഉപ്പയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് അവിടുന്ന് ലഭിച്ചു. എന്നെ പെറ്റ എന്റെ പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്ക് അവിടുന്ന് ലഭിച്ചു. അതിനാൽ എന്നെ പറഞ്ഞു വിടല്ലേ ഹബീബേ, എന്നെ പറഞ്ഞു വിടല്ലേ ഹബീബേ. എന്റെ ഉപ്പയുടെ കൂടെ എനിക്ക് പോകണ്ട, എന്റെ കുടുംബത്തേക്ക് എനിക്ക് മടങ്ങണ്ട. കാരണം എന്റെ കുടുംബത്തിൽ കിട്ടാത്ത സ്നേഹമാണ് ഹബീബിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു. അന്ത ഉമ്മുൻ അം അബുൻ മാ റഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഈ മഹത്തായ ഗാനം ആലപിക്കുന്ന ആ അർത്ഥമുള്ള വചനങ്ങൾ പറയുമ്പോൾ നമുക്ക് ഏറ്റവും സ്നേഹിക്കേണ്ടത് തങ്ങന്മാരെയാണ്. നമ്മുടെ സ്റ്റേജിൽ അതാ ആത്മീയ സാന്നിധ്യമാണ് നമ്മുടെ തങ്ങന്മാർ. നമ്മുടെ നാട്ടിൽ ആത്മീയമായി നേതൃത്വം കൊടുക്കുന്നു നമ്മുടെ സയ്യിദ് അവറുകൾ. എൻ്റെ ബഹുമാനികളെ, ആ ഭാഗ്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ഭാഗ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ സർവ്വ വിഷമങ്ങളും അതാ ആ സയ്യിദ് അവറുകളോട് പരാതി പറയണം. ഒരു പിതാവിനോട് പരാതി പറയും പോലെ, ഒരു ഉമ്മയോട് പരാതി പറയും പോലെ നാം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ കുടുംബത്തോടും പരാതികൾ പറഞ്ഞ് സ്നേഹത്തിന്റെ ബിന്ദുവായി അവിടുത്തെ സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിൽ അലിഞ്ഞു തരുവാൻ വിശ്വാസികളായ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സമയത്തിന്റെ കുറവുണ്ടായിട്ടും ഇവിടെ വന്നത് തന്നെ നമ്മുടെ സയ്യിദ് അവറുകൾ വിളിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ സയ്യിദ് അവറുകൾ സാധുവായി എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവിചാരിതമായി കിട്ടിയ ഈ ബന്ധം ഖിയാമത്ത് നാൾ വരെ തുടർത്തട്ടെ. നാളെ ഹബീബിന്റെ ചാരത്ത് നമ്മളെയും കൊണ്ട് ഈ പാപ്പെടുക്ക് പോകുമ്പോൾ സാധുക്കളായ ഞങ്ങളെയും കൊണ്ട് പോകണമെന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ സയ്യിദന്മാരോടും പറഞ്ഞ് ഞങ്ങളെ എല്ലാ വിഷയത്തിലും ഉൾക്കൊള്ളിച്ച് പ്രാർത്ഥനയിലടക്കം എല്ലായ്പ്പോഴും ഞങ്ങളെ ഓർമ്മിക്കണമെന്നും ഓർമ്മപ്പെടുത്തി സാധുവായ ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ സംസാരിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രതിഫലം നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും സർവ സമ്പൽ സമൃദ്ധിയും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പഠന പരീക്ഷകളിൽ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ദീനിന് ഖാദിമായി ദീർഘനാൾ ജീവിക്കാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും ഏവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അച്ചടക്കമുള്ള അതവുള്ള ഉമ്മമാരാക്കട്ടെ. നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവർ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുന്ന അവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വേദനകളും നമുക്ക് മാറ്റിത്തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.